അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ദീൻ നന്നാക്കി തരണമേ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ അസ്ലിഹ്ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എൻ്റെ കാര്യങ്ങളുടെ സുരക്ഷിതത്വം ഏതൊരു ദീനിലാണോ ആ ദീനിനെ നീ നന്നാക്കി തരണമേ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന 5 പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥനയിൽ അസ്ലിഹ്ലി ദീനി, എൻ്റെ ദീനിനെ നീ അള്ളാഹുവെ നന്നാക്കി തരണമേ എന്ന് മാത്രം പറയാതെ, അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അത് എൻ്റെ കാര്യങ്ങളുടെ സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ് എന്നുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. മല കയറുന്നവൻ അരയിൽ അഥവാ തെന്നിയാലും വീഴാതെ പിടിച്ചു നിൽക്കാൻ ഒരു കയറ് കെട്ടാറുണ്ട്. അത് സംരക്ഷണമാണ്, സുരക്ഷയാണ്. അതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വീണു പോകാതെ നമുക്ക് സുരക്ഷ നൽകുന്നതാണ് നമ്മുടെ ദീൻ. കടലിലേക്ക് പോകുന്ന കപ്പലിന് ആങ്കർ അല്ലെങ്കിൽ നങ്കൂരം വളരെ പ്രധാനമാണ്. നങ്കൂരമില്ലാത്ത കപ്പൽ കാറ്റിൽ എങ്ങോട്ടും ഒഴുകിപ്പോകും. അതുപോലെയാണ് ദീനീ വിചാരമില്ലാത്ത മനുഷ്യർ വിചാരങ്ങൾക്ക് അടിപ്പെട്ട് നശിച്ചു പോവുക എന്നത്. ഏതൊരു കെട്ടിടത്തിൻ്റെയും പില്ലർ അതിപ്രധാനമാണ്. ആ പില്ലറാണ്, തൂണാണ് കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത്. തൂൺ തകർന്നാൽ കെട്ടിടം മുഴുവൻ തകർന്നു വീഴും. നമ്മെ താങ്ങി നിർത്തുന്ന തൂണാണ് നമ്മുടെ ദീൻ. ആ ദീൻ വളരെ കൃത്യമായി സംരക്ഷിച്ചാലാണ് നമുക്ക് ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് നിത്യസമാധാനത്തിൻ്റെ സ്വർഗവും ലഭിക്കുകയുള്ളൂ. വീടിന് ചുറ്റുമതിൽ ഉണ്ടാവാറില്ലേ? ചുറ്റുമതിൽ നല്ല ബലവത്താണെങ്കിൽ, നല്ല ഉയരത്തിലുള്ളതാണെങ്കിൽ കള്ളന്മാർക്കും ഹിംസ്ര ജന്തുക്കൾക്കും അകത്ത് കയറാൻ കഴിയില്ല. നമ്മെ സംരക്ഷിക്കുന്ന അതിശക്തമായ ചുറ്റുമതിലാണ് നമ്മുടെ ദീൻ. അത് എത്രമേൽ ശക്തമാകുന്നുവോ അത്രമേൽ മോശമായ ചിന്തകളോ ശീലങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കയറാതിരിക്കുകയും ജീവിതം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ദീൻ നന്നാക്കുക എന്നാൽ കേവലം ആരാധനകൾ നന്നാക്കുക എന്ന് മാത്രമല്ല, സ്വഭാവം, ഇടപാടുകൾ എല്ലാം നന്നാകണം. ആരാധനകളിൽ കൃത്യത വേണം, ഹൃദയത്തിൽ അള്ളാഹുവെക്കുറിച്ചുള്ള ബോധം വേണം, നല്ല വ്യക്തിത്വമായി മാറണം, എല്ലാറ്റിലും ആത്മാർത്ഥത വേണം. ബിസിനസ്സാണെങ്കിലും മറ്റു ജീവിത ഇടപാടുകളാണെങ്കിലും അതിലെല്ലാം സത്യസന്ധത പുലർത്തണം. മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കണം. എല്ലാം ദീനാണ്. ആ ദീൻ അസ്ലിഹ്ലി, എനിക്ക് നീ നന്നാക്കി തരണമേ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അത് ഇസ്മത്തുൽ അമ്രാണ്. കാര്യങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ആ ദീനിലാണ്. അത് എത്രമാത്രം നന്നായോ അത്രമാത്രം നാം സുരക്ഷിതരാണ് ഇഹലോകത്തും പരലോകത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.